വിശാഖം നാളുകാർക്ക് ഈ വരുന്ന 2024 പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാമാന്യം നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും സന്ദർഭം ലഭിക്കും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ കൂടുതൽ ഊർജിതമായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിച്ചു വേണ്ടത് ചെയ്യുക. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ സാമാന്യം ഭംഗിയായി മുമ്പോട്ട് പോകാനായിട്ട് അവസരമുണ്ടാകുന്നതാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് 2024 പൊതുവെ അനുകൂലമായിരിക്കും. ജീവിതത്തിൽ നല്ല പുരോഗതി കൈവരിക്കാനുള്ള വഴി തെളിയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധം പുലർത്തുവാൻ അവസരമുണ്ടാകും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ദീർഘകാലമായി മനസ്സിൽ കരുതുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷാരംഭം തന്നെ അത് തുടങ്ങുവാൻ കഴിയും. അധികം വൈകാതെ തന്നെ പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിനുള്ള അവസരവും കാണുന്നുണ്ട്. പാഴ്ചെലവുകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്കാണ് സാധ്യതയുള്ളത്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും മെയ് മാസത്തോടുകൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെയ്യിലെ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ സുപ്രധാനമായ പല പരിവർത്തനങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പരമപ്രധാനമായിട്ടുള്ള നിർണായക മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ വ്യക്തിപരമായി കൂടുതൽ സൂക്ഷ്മവും വിശദവുമായ വസ്തുതകൾ അറിയുന്നതിന് സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികളിലൂടെ മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.